വലിയ കരിങ്കല്ലിലും വെട്ടുകല്ലുകളിലുമൊക്കെയായി ഭൂതത്താന്മാർ ഒരൊറ്റ ദിവസം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്കാണ് ഈ ആഴ്ച ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വെടിയൂർ മനയിലെ അന്തർജനം തിങ്കൾ തൊഴലിനായി തിരുനാവായ ക്ഷേത്രത്തിൽ പതിവായി പോകാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടത്തെ ഒരു അന്തർജനം തിരുനാവായ ക്ഷേത്രത്തിലെ തിങ്കൾ തൊഴിലായിട്ട് ഉണ്ടായിരുന്നു. തിങ്കൾ തൊഴ എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ തൊഴുക എന്നുള്ള ഇതിലാണ് തിങ്കൾ തൊഴുക എന്ന് പറയുന്നത്. അവർക്ക് പ്രായമായപ്പോൾ അവിടെ നിന്ന് ഒരു ദിവസം ഒരു തവണ തൊഴുതു പോന്നപ്പോൾ പറഞ്ഞു എൻ്റെ തിരുനാവായ തേവരെ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു പോന്നു. അന്ന് നടന്നാണ് വരുന്നത്. നടന്ന് ഇവിടെ എത്തി ഇവിടെ വന്ന് കയറി കഴിഞ്ഞ് അന്ന് രാത്രി തിരുനാവായ തേവര് ഒരു ദർശനം കാണിച്ചു. ഇനി നിങ്ങൾ അങ്ങോട്ട് വരണ്ട, അമ്മ അങ്ങോട്ട് വരണ്ട, ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നോളാന്നുള്ള ഇതില്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ഈ ക്ഷേത്രം ഈ കാണുന്ന സ്ഥിതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആരോഗ്യം ക്ഷയിച്ചതിനെ തുടർന്ന് അന്തർജനത്തിന് അവിടെ പോകുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു നാളിൽ കരഞ്ഞു പ്രാർത്ഥിച്ച അന്തർജനത്തിന് ഭഗവാന്റെ വെളിപാടുണ്ടായി. ശേഷം ഒരൊറ്റ നാൾ കൊണ്ട് പണികഴിപ്പിക്കപ്പെട്ടതാണ് ഭൂതത്താന്മാരുടെ അമ്പലം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അമ്മയ്ക്ക് ആ ദിവ്യദർശനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭൂതത്താന്മാരുടെ അവിടുന്ന് നാവാമുകുന്ദൻ കൽപ്പിച്ചു ഇവിടെ ക്ഷേത്രം പണിതു കൊടുക്കാൻ എന്ന് പണിതു കൊടുക്കാനായിട്ട്. ആ പണിതു കൊടുത്ത് വന്നപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്നപ്പോഴേക്ക് ഈ ലെവലിൽ ഈ ഒരു സ്ട്രക്ചറിൽ എത്തിച്ചിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അന്തർജനത്തിന് ആരോഗ്യം വളരെയധികം ക്ഷയിക്കപ്പെട്ട ശേഷം തൊഴുവാൻ വേണ്ടി എത്തിച്ചേരുവാൻ സാധിക്കാതെ ദേവനെ പ്രാർത്ഥിച്ച് നേടിയ വരത്താൽ നിർമ്മിതമായ അമ്പലം എന്നുള്ളതിനുമൊക്കെ അപ്പുറം വേറെയും ചില ഐതിഹ്യങ്ങളും ചിന്തകളും ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി നിലകൊള്ളുന്നു. അതിലേക്കുള്ള യാത്രയാണ് ഇനി. വളരെ പണ്ടുകാലത്ത് ഒരു നമ്പൂതിരി ക്ഷേത്രത്തിലെ ആചാരങ്ങളും ചടങ്ങുകളും കഴിഞ്ഞ് നടന്നുവരുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരു ഉൾവിളിയുണ്ടായി തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് മുൻപിൽ ഭൂതത്താന്മാർ നിൽക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നു. ആ ഒരു പ്രദേശത്ത് ഭൂതങ്ങളുടെ ശല്യം, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ യക്ഷിയുടെ ശല്യം, അങ്ങനെ ഒരു ചെറിയ ഇതായിട്ട് ഭൂതങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രദേശം ആകെ തന്നെ ഈ സന്ധ്യ കഴിഞ്ഞ നേരങ്ങളിൽ അങ്ങനെ ആരും പുറത്തിറങ്ങി നടക്കില്ല. അങ്ങനെ തനിച്ച് ഒറ്റയ്ക്കായിട്ട് ആരും അങ്ങനെ നടക്കാറില്ല. അപ്പോൾ ഒരു ദിവസം ഒരു നമ്പൂതിരി ഒരു അമ്പലത്തിലെ വേല കഴിഞ്ഞ് നമ്മുടെ ഉത്സവം പോലെ അത് കഴിഞ്ഞ് വളരെ വൈകി വരുന്നൊരു വേള. ആ മന്ത്രവാദിയാണെങ്കിൽ തന്നെ ഭയങ്കര മന്ത്രവും ഭയങ്കര ഒരു ദിവ്യൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ നമ്പൂതിരി വരികയായിരുന്നു. ആ വഴി വരികയല്ല, ഇതുപോലെ തന്നെ ഭൂതത്തിൻ്റെ ഒരു സാന്നിധ്യം അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ തന്നെ അദ്ദേഹം ഒന്നിനെ പേടിക്കാത്ത പോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് നടന്നു. ഒളിഞ്ഞിരുന്ന ഭൂതങ്ങൾ പിന്നെ ആക്രമിക്കാനായിട്ട് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ പക്ഷേ ഭൂതങ്ങളെ കണ്ടിട്ട് പോലും ആ നമ്പൂതിരി ഒട്ടും പേടിക്കാതെ തന്നെ താൻ നിന്ന ഭാവത്തിൽ തന്നെ നിന്നു. ഒത്തിരി തീയും പുകയൊക്കെ ഇട്ട് ഒത്തിരി പേടിപ്പിക്കാനായിട്ട് നോക്കി. പക്ഷെ അദ്ദേഹം പേടിക്കുന്ന ഒരു മട്ടുണ്ടായില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഒത്തിരി അവരുടെ ശക്തിയും ഊർജ്ജമൊക്കെ എടുത്ത് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ നോക്കിയെങ്കിലും, കാരണം ഒരു ഭൂതം പേടിപ്പിക്കാൻ നോക്കിയിട്ട് ഭൂതത്തെ കണ്ടിട്ട് ആ നമ്പൂതിരി പേടിക്കുന്നില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ ദേഷ്യവും ഒത്തിരി അദ്ദേഹത്തെ കൊല്ലാൻ തന്നെ ഒരു സ്വഭാവം അവർ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ അദ്ദേഹം വളരെ ശാന്തനായി തന്നെ നിന്ന് ആ ഭൂതങ്ങളെ നേരിട്ടു. നമ്പൂതിരിയെ ഭയപ്പെടുത്തുവാൻ ഭൂതങ്ങൾ ഏറെ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ തെല്ലും കൂസാതെ മുന്നോട്ട് നടക്കുവാൻ തുടങ്ങിയ നമ്പൂതിരിക്ക് മുൻപിൽ ജീവഹാനി വരെ ഉയർത്തിക്കാട്ടി ഭൂതപ്രേതങ്ങൾ. ആ ക്ഷേത്രം വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം തിരിച്ചു പക്ഷേ എന്തോ ഒരു വിദ്യ പ്രയോഗിച്ചു
അതിനുശേഷം ആ ഭൂതങ്ങളുടെ എന്നുവെച്ചാൽ അവർക്ക് അവരുടെ ശക്തി ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു. ഭൂതങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരു ശക്തി ഇല്ലാതെ അവർ സത്യമായ ഒരു ഭൂതം വെറുതെ ഒരു പേടിപ്പിക്കാനും ഒന്നിനും ഒരു ശക്തിയില്ല, വെറുതെ ക്ഷയിച്ചൊരു ഭൂതങ്ങളെ പോലെ ആയിപ്പോയി. അപ്പോൾ അവർ ക്ഷമാപണമായിട്ട് അദ്ദേഹത്തിൻ്റെ കാല് വീണ്ടു പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തികളെ നിങ്ങൾ തിരിച്ചു തരണം, നിങ്ങളൊരു ദിവ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷേ എനിക്ക് ഇന്നൊരു ദിവസത്തേക്ക് തങ്ങാനായിട്ട് എനിക്ക് നല്ലൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. സാധാരണ അദ്ദേഹത്തിന് ഒരു 2 പുഴകളൊക്കെ കടന്നു ഒരു മലയുടെ മുകളിലേക്ക് പോകണം, കാരണം എത്താനായിട്ട് വൈകിക്കൊണ്ട് ഒരു പുഴയുടെ കടന്ന് ഒത്തിരി ദൂരം പോകണമായിരുന്നു. അപ്പോൾ ഭൂതങ്ങൾ പറഞ്ഞു അതിനെന്താ, ഞങ്ങൾ അതിന് ശരിയാക്കാം, താമസ സൗകര്യം ശരിയാക്കാമെന്നും പറഞ്ഞു. ഭൂതങ്ങൾ തന്നെ ഒരു വീട് പോലെ എന്ന് വെച്ചാൽ നമ്മളൊരു കുടിൽ നിന്ന് അദ്ദേഹത്തിന് താമസിക്കാനായിട്ടൊരു കുടിൽ പോലെ പണിയുന്ന പകരം ആ ഭൂതങ്ങൾ ഒരു താമസ സൗകര്യം ആയിട്ട് ഒരുക്കിയതാണ് ആ അമ്പലം എന്ന് പറയുന്നത്. അവസാനം നമ്പൂതിരിയുടെ ഭക്തിയുടെയും മനസ്സുറപ്പിന്റെയും മുൻപിൽ ഭൂതങ്ങൾ പരാജയപ്പെടുന്നു. ശേഷം നമ്പൂതിരിക്ക് വേണ്ടി ഭൂതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശ്വാസങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നതിന്റെ അവശിഷ്ടങ്ങൾ ഇതിന്റെ താഴത്ത് കിടക്കുന്ന പാടത്ത് അവിടെയും ഇവിടെയുമായിട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ കാലഹരണപ്പെട്ട് പോയിട്ടുണ്ട്. അത് ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. വലിയ വലിയ കരിങ്കല്ലുകളും ഈ മണ്ണ് ചുമന്നു കൊണ്ടുവന്നിട്ടുള്ള കൊട്ട കമത്തിയ മാതിരിയുള്ള ചില ശരിക്കും ഒരു കൊട്ട കമത്തിയിരിക്കുന്ന മാതിരി തന്നെയാണ് ഒരു മൺകൂനകൾ, അതുപോലെ കുറേ മണ്ണുകൾ ഇങ്ങനെ കൂടി കിടക്കുന്ന 2-3 സ്ഥലങ്ങൾ, ഇതെല്ലാം ഇവിടെ ഇതിന് കണ്ടിട്ടുണ്ട്. ഒരു ദിനമെന്നല്ല, പല ദിനങ്ങൾ കൂടിച്ചേർന്നാലും പല ആഴ്ചകളും മാസങ്ങളും എടുത്താലും ഇതുപോലെ ഒറ്റക്കല്ലിലും വെട്ടുകല്ലുകളിലുമൊക്കെയായി നിരവധി കൊത്തുപണികളാൽ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന അതിവിസ്മയ കാഴ്ചകളുമായി ഒരു ക്ഷേത്രം കണ്ണുകൾക്ക് മുൻപിൽ ഏറെ അമ്പരപ്പുളവാക്കുന്നതാണ്. സാധാരണ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഒറ്റ രാത്രി കൊണ്ട് ഭൂതങ്ങൾ പണിത് ഒരു അമ്പലം അല്ലെങ്കിൽ അങ്ങനെ ഒരു കോട്ട പോലെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ്. ചിലപ്പോൾ അത് സാധാരണ അതിനൊരു ഐതിഹ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത് കാലാകാലങ്ങളായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ്. കഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചിലപ്പോൾ അതിൽ മോടി അവർ വരുത്തും. ഭൂതങ്ങളും പ്രേതങ്ങളും ഒക്കെ ചേർന്ന് ഒരൊറ്റ നാൾ കൊണ്ട് നിർമ്മിച്ച് ഈ നാടിന് നൽകിയതാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുമ്പോഴും പുതിയ തലമുറയുടെ ചിന്താഗതികൾ കുറച്ച് രസകരങ്ങളായി അവർ വർണ്ണിക്കുന്നു. ശരിക്കും നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ഭീകര അന്തരീക്ഷമൊക്കെ പോലെ തോന്നുമെങ്കിലും ചെറുപ്പത്തിലൊന്നും ഞാൻ ഇങ്ങനെ പറയുമെങ്കിലും ഞാനൊന്നും അങ്ങനെ പോവാറില്ല. കാരണം നമ്മളിപ്പോൾ ഈ രാത്രി ചോറ് ഉണ്ടില്ലെങ്കിൽ ഭൂതം വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ചോറ് ഇരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പറയും, അവിടെ കൊണ്ടുവന്നാക്കും അങ്ങനെ. അപ്പോൾ അതൊരു അമ്പലം. പക്ഷേ വളർന്നു വന്നപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ കുറച്ച് ചിന്തിച്ചു, കാരണം ഇത് ഭൂതങ്ങൾ തന്നെ വളർന്നതാണ്. കാരണം ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വലിയൊരു അമ്പലം പണിയാന്ന് വെച്ചാൽ അതൊരു സത്യം ഒരു മണ്ടത്തരമാണോ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ തന്നെ ഇപ്പം അങ്ങനെ പേടിപ്പിക്കാൻ പറ്റിയ പ്രായമല്ല. എന്നാലും ഇപ്പോൾ അവിടെ അങ്ങനെ പൂജ അങ്ങനെയൊന്നുമില്ല, വലിയൊരു ക്ഷേത്രം പോലൊരു അങ്ങനെ കാത്തു സൂക്ഷിക്കണമൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോഴും അതിനൊരു ഭൂതങ്ങൾ പണിത ക്ഷേത്രം എന്ന് പറഞ്ഞ് വച്ചിരിക്കുന്നുള്ളൂ. കാരണം അത് എപ്പോഴും ഒരു പഴമയുടെ ഒരു ഉദാഹരണമാണത്. കാരണം ഇപ്പോഴാ അമ്പലം ഉണ്ട്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പുറകിലേക്ക് പോകണമെങ്കിൽ തന്നെ അതിനൊരു ഐതിഹ്യവും ചിലപ്പോൾ കാണും. പക്ഷെ കൂടുതൽ ആളുകളോ ആരും അതിനെ ചിന്തിക്കാനൊന്നും പോകാറില്ല. ഈ ഒരു കഥയെ തന്നെ ഫോളോ ചെയ്തു പോകുന്നവരാണ് ഇവിടുത്തെ നാട്ടുകാർ. കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണുവാൻ സാധിക്കാത്ത അത്ര ഭംഗിയുള്ള കൊത്തുപണികളാൽ നിറയപ്പെട്ടിരിക്കുന്നു. മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പും വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ വളരെയധികം കൊത്തുപണികളും കലാപരമായിട്ട് കുറേ ആർട്ട് വർക്കുകൾ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് ഇതെല്ലാം ചെങ്കല്ലിൽ പണിതിട്ട് അതിൽ ഫുള്ളായിട്ട് വർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ പറയണ കേട്ടിട്ടുണ്ട്, ഇത് കൂടുതൽ ഈ വർക്ക് ഇതിൽ അന്ന് ദൃശ്യമായിരുന്നു. ഇപ്പോൾ ഉള്ളത് അത് ദ്രവിച്ച് ഈ കാലത്തിൻ്റെ പൊല്യൂഷൻ ഇതെല്ലാം വന്നപ്പോൾ അത് ദ്രവിച്ചു പോയി. കൂരോട് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മേച്ചിൽ കൊണ്ടുവന്നാണ് ആ കൂരോടിൻ്റെ അവശിഷ്ടങ്ങൾ ഈ പറമ്പിൻ്റെ 4 മൂലയ്ക്കിൽ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും കൂരോട് ഉപയോഗിച്ച് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 300 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ കൂരോട് ഉപയോഗിച്ചിട്ട് തന്നെ കാലങ്ങളോളം
ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കണക്കനുസരിച്ച് ഒരു 800-900 വർഷത്തെ പഴക്കമെങ്കിലും ഈ ക്ഷേത്രത്തിന് ഉണ്ട്. ദേവീ സങ്കല്പങ്ങൾ മുഴുവനും കല്ലിൽ അതിമനോഹരങ്ങളായി കൊത്തി രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നു. ഗണപതി പ്രതിഷ്ഠ കരിങ്കല്ലിൽ കൊത്തി പണി കഴിപ്പിച്ചിരിക്കുന്നത് അതിവിചിത്രമാണ്. അതിവിസ്മയമുണർത്തുന്ന, കണ്ണുകൾക്ക് കുളിരേകുന്ന അത്യപൂർവ കാഴ്ചകളിലൂടെ ഞങ്ങൾ ഒരു യാത്ര നടത്തുകയാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഈ കാണുന്ന മരത്തിൻ്റെ ഇതിലെല്ലാം നിറയെ കൊത്തുപണികളും കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ പെയിൻറ്റിങ്, റൂറൽ പെയിൻറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. കരിങ്കല്ലുമ്മയാണ്. ഈ കരിങ്കല്ലുമ്മയും ഈ ചെങ്കല്ലുമ്മയും എല്ലാം കുമ്മായം കൊണ്ട് പണിത് അതിൽ വളരെ ഭംഗിയായിട്ട് ചിത്രങ്ങൾ വരച്ചിരുന്ന ഇതുണ്ടായിരുന്നു. ഒരു 30 വർഷത്തിൻ്റെ ഇട കൊണ്ടാണ് ഇത്രയും ഇത് മോശമായി തീർന്ന അവസ്ഥയുണ്ടായത്. ഇന്ന് ഈ കാണുന്നതിനേക്കാൾ വളരെയധികം പെയിൻറ്റിങ്ങും ഒരു നാച്ചുറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു മനോഹാരിത അതിന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അന്ന് ദൃശ്യമായിരുന്നു. സോപാനത്തിൻ്റെ 2 സൈഡിലായിട്ട് 2 ദേവീ സങ്കല്പങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ മണ്ഡപം ഉണ്ടായിരുന്നു. മണ്ഡപം ജീർണിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് അത് പുനരുദ്ധരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ കൊണ്ട് വന്നപ്പോൾ ഞങ്ങളത് പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇതാണ് ഒരു ദേവീ സങ്കല്പം വന്നിരിക്കുന്നത്. ഇതാണ് സപ്തമാതൃക്കൾ വരുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ അമ്പരപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ തീർക്കുന്നു ഈ ക്ഷേത്രം. എങ്കിലും ഇവിടെ പൂജയോ പ്രാർത്ഥനാരീതികളോ ഉത്സവങ്ങളോ അങ്ങനെ ഒന്നും ഈ അടുത്ത കാലത്ത് എപ്പോഴും നടന്നിട്ടുള്ളതായിട്ട് അറിവില്ല. ഞാൻ ഈ അടുത്ത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടതെന്ന് വെച്ചാൽ ആകെ അവിടെ ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. അവിടെ ആരും ഉപയോഗിക്കുന്ന ആ ക്ഷേത്രം. പക്ഷെ എന്നാൽ തന്നെ നമുക്ക് അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോൾ അതിൽ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ നമുക്ക് അവിടെ പൂവൊക്കെ വെച്ചേക്കണം കാണാം. ആരെങ്കിലും ചിലപ്പോൾ അവർക്ക് ഒരു പ്രാർത്ഥിക്കണം എന്ന രീതിയിൽ പുഷ്പം വെച്ച് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും വന്നതായിരിക്കും. എന്നാൽ തന്നെയും അവിടെ അങ്ങനെ ഉത്സവങ്ങളോ അവിടെ വേറെ പൂജകളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ചുറ്റുമുള്ള ഈ ഊട്ടുപുര അങ്ങനെ അതെല്ലാം മൊത്തം പൊളിഞ്ഞ് ആകെ ഉപയോഗശൂന്യമാണ്. ഒരു ഉത്സവം നടന്നിരുന്നതായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ, അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ, ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ സ്ട്രക്ചറുകളും ഇതിലുണ്ടായിരുന്നു. സപ്തമാതൃക്കളാണ് അപ്പുറത്തെ സൈഡിലുണ്ട്. ബലിയായിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ബ്രാഹ്മണ ക്ഷേത്രങ്ങളിലൊന്നും ബലി വരില്ല. വലിയ ബലിക്കലെന്ന് പറയും. വലിയ ബലിക്കലെന്ന് പറയുന്നത് ഉത്സവത്തിന് ഹവിസ് തൂവാനായിട്ട് വരുന്ന, അതായത് തൂവാനായിട്ട് വരുന്നതാണ്. 1000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഐതിഹ്യം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാൻ ഇവർക്കോ നമുക്കോ ആർക്കും ആവില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. അഥവാ ഇനി ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉറപ്പായി പറയുന്നുണ്ട് എങ്കിൽ തന്നെ അതിൽ പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണ് എന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ ചിന്താഗതിയുള്ളവർക്ക് തീർച്ചയായും ഓർക്കാതിരിക്കുവാൻ ആകില്ല. ഭൂതങ്ങളുടെ അമ്പലം എന്നൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയ അമ്പലം, കാരണം ഒരാൾക്ക് നമ്പൂതിരിക്ക് താമസിക്കാനായിട്ട് ഉണ്ടാക്കിയതാണല്ലോ, ഞങ്ങൾ ഒരു ചെറിയൊരു കുടിൽ പോലെയാണിത്. പിന്നെ അറിവെച്ച് വന്നപ്പോൾ അത്യാവശ്യം പുറത്തിറങ്ങി നടക്കാറായപ്പോൾ ഞാൻ ഇങ്ങനെ ഭൂതങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇട്ട് ചെന്നപ്പോൾ അതൊരു വലിയൊരു സത്യമായ ഒരു വലിയൊരു സ്തൂപം പോലെ വലിയൊരു ഇതായിട്ട് പണിത് വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ വെച്ചു, ഭൂതങ്ങൾ ഇങ്ങനെയൊക്കെ പണിയോ? അത് ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വലുതായിട്ടൊക്കെ പണിയോന്ന് ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ചില നേരങ്ങളിൽ അവിടെ ചെന്നിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു പുറത്തുനിന്നൊരു ശക്തിയെ തന്നെ നമുക്ക് ചിലപ്പോൾ നല്ല സമാധാനമായിരിക്കും അവിടെ ചെന്നിരിക്കുമ്പോൾ. പക്ഷെ പേടിയാണ് അവിടെ പോകാൻ. കാരണം ആരുമില്ല. ചിലപ്പോൾ തനിച്ചൊക്കെ പോയാൽ ഒന്നത് കാട് പിടിച്ചൊക്കെ കിടക്കണ പോലെ നമുക്ക് വല്ല പാമ്പോ അങ്ങനെ ചില പേടിക്കും. എന്നാൽ തന്നെ ഭൂതങ്ങൾ പണിത് ഇനി ഭൂതങ്ങളുടെ സാന്നിധ്യം ഉണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷെ ഇന്നത്തെ കാലത്ത് അവരങ്ങനെ കൂടുതൽ ചിന്തിക്കുന്നില്ല. കാരണം ആർക്കും ഇങ്ങനത്തെ ഐതിഹ്യമോ ഇങ്ങനത്തെ അമ്പലങ്ങളെ തേടി നടക്കാനൊന്നും അങ്ങനെ ആരും മെനക്കെടാറില്ല, അതിനെക്കുറിച്ച് അറിയാനും ശ്രമിക്കാറില്ല. ഭൂതവും പ്രേതവും പിശാചുക്കളുമൊക്കെ എല്ലാ കാലഘട്ടത്തിലും അതാത് ജനതയ്ക്ക് അവരുടെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളും ചിന്തകളും ഒക്കെയായി നിലനിന്നിരുന്നു. എന്നാൽ ഇതിൽ സത്യമേത് മിഥ്യേത് എന്ന് തിരിച്ചറിയുവാൻ ശ്രമിച്ചവർ വളരെ കുറവാണ് എന്ന് പറയാതിരിക്കുവാനാകില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചെറുപ്പത്തിൽ ഈ കഥകളൊക്കെ കേട്ട് രാത്രികളിൽ ചിലപ്പോൾ ഞെട്ടി എണീക്കുമായിരുന്നു. അപ്പം സാധാരണ നമ്മൾ പറഞ്ഞ പോലെ ഇത് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി, അങ്ങനെ കയറൂല. എന്നാലും അന്നേരത്തെ ഒരു പ്രായഘട്ടത്തിൽ നമുക്കിങ്ങനെ
ഭൂതം വരുമോ, അങ്ങനെ ഒരു പേടിയൊക്കെ നമുക്ക് തട്ടുമല്ലോ. പക്ഷെ വളർന്നു വന്നപ്പോൾ നമുക്ക് ആ പേടിയൊന്നുമില്ല. ഇടയ്ക്ക് ഞാൻ ഇവിടെ വരാറുണ്ട്. വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെയും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളാണ്. വിസ്മയ കാഴ്ചകളിൽ ഒരു വ്യത്യസ്ത അനുഭവം നിങ്ങൾക്ക് മുൻപിൽ കാഴ്ചവെച്ച് ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ്.